യെസ്, യെസ്, യെസ്. കേരളം എന്ന ദൈവത്തിന്റെ സ്വന്തം നാട്, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്ന ഈ നാടിന്റെ മലയാളികൾ എന്ന ജനത ഇന്ന് സൂര്യാസ്തമയത്തിന് ശേഷം ആകാശത്തെ മേഘങ്ങളെ, ആ രാവിലെ ആ നക്ഷത്രങ്ങളെ വരവേക്കുന്നത് ആനന്ദത്തിന്റെ കണ്ണീരോടെ ആയിരിക്കും. അതെ, നിരാശയുടെ, ആശങ്കയുടെ ആ കാലങ്ങൾക്ക് ഇനി വിട. ആ എന്താ പറയുക, ആ മഴ പെയ്ത് തീർന്നിരിക്കുന്നു. അതിൻ്റെ എല്ലാ അലയോലികളും, ആ കാറ്റിലും കോളിലും പെട്ടുള്ള എല്ലാ അലയോലികളും അവസാനിച്ചിരിക്കുന്നു. യെസ്, ഒടുവിൽ ആ മേഘം, ആ ആശങ്കയുടെ മേഘം ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ എന്താ പറയുക, ആശ്വാസത്തിന്റെ മേഘം നമ്മെ തേടിയെത്തിയിരിക്കുന്നു. നിരാശയുടെ, അപമാനത്തിന്റെ, വേദനയുടെ, പുച്ഛത്തിന്റെ, പരിഹാസത്തിന്റെ, കണ്ണീരിന്റെ, ചാപ്പകുത്തലിന്റെ നാളുകൾ അവസാനിക്കപ്പെടുകയാണ് ഇവിടെ. ഒരു നീരാളിപ്പിടുത്തത്തിൽ നിന്ന്, ഒരു നെറികെട്ട നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ഈ ജനത മോചിപ്പിക്കപ്പെടുന്നു. യെസ്, ആകാശമേ, ഈ നിമിഷം നിന്റെ മേഘങ്ങൾക്ക് എന്തൊരു മനോഹാരിതയാണ്. നാളെയുടെ സന്തോഷ പുലരിയെ വരവേൽക്കുവാനായി നിൽക്കുന്ന നിന്റെ മേഘങ്ങൾക്ക് എന്തൊരു മനോഹാരിതയാണ്. അതേസമയം സമുദ്രമേ, സന്തോഷത്തിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് അറബിക്കടലിന്റെ റാണിയായ കൊച്ചി ഉൾപ്പെടെയുള്ള കേരള തീരങ്ങളെ നീ തൊടുമ്പോൾ നിന്റെ തിരമാലകളുടെ അലയോലികൾക്ക് എന്തൊരു എന്താ പറയുക, എന്തൊരു ചന്തമാണ്. യെസ്, യെസ്. ഫ്രം സീ ടോക്സ് ഹാരിസ് ഹിയർ. ഹലോ ഗൈസ്, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നേയും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നേയും കാര്യം ഒന്ന് പരിഗണിക്കുക ഗൈസ്. നിങ്ങൾ അറിഞ്ഞാണ് നമ്മുടെ മാഗ്നം അണ്ണന്മാർ തെറിച്ചിട്ടുണ്ട്. യെസ്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നമ്മൾ ഇത്രയും നാൾ ഊറ്റി പിഴിഞ്ഞ് കുടിച്ചുകൊണ്ടിരുന്ന മാനേജ്മെന്റ്, മാഗ്നം കൺസോർഷ്യം എന്ന നിഖിൽ വി നിമഗത പ്രസാദ് അടങ്ങുന്ന ഇവരുടെ മാനേജ്മെന്റ് തെറിച്ചിട്ടുണ്ട്. യെസ്, അത് ഫൈനൽ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. നമ്മുടെ യെല്ലോ മാൻ ആണ് കാലങ്ങൾക്ക് ശേഷം വന്ന് ഇത് അറിയിക്കുന്നത്. കൂടാതെ സില്ലിസ് അറിയിക്കുന്നു, പലരും ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് ഇവർ ചെയ്തത്? എത്ര പേരുടെ കണ്ണീരാണ് വീഴ്ത്തിയത്, നമ്മൾ ആരാധകരുടെ വീഴ്ത്തി. പിന്നീട് ഇവാൻ വിക്രമനാവിച്ച് എന്ന ആ മനുഷ്യന്റെ, ഈ ടീമിന് വേണ്ടി എല്ലാം സമർപ്പിച്ച് ബലിയാടായി പോയ ഇവാൻ ആശാന്റെ, പിന്നീട് എത്രയെത്ര താരങ്ങളെ, ഒർഹെ പെരേര ഡിയാസിനെ നമ്മൾ കുറ്റപ്പെടുത്തുമെങ്കിലും അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ വേദനകൾ ഏറ്റുവാങ്ങി, ശാപം ഏറ്റുവാങ്ങി അതിവന്മാരുടെ തലയ്ക്ക് മേതെ ഉണ്ടായിരുന്നു. പിന്നീട് മൈക്കിൾ ചേറ എന്ന പരിശീലകൻ, അദ്ദേഹം എല്ലാം തുറന്നു പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഡേവിഡ് കറ്റാല, എനിക്ക് തോന്നുന്നു ആകെ ആഷ്ലി വാസൂട്ടിനോട് മാത്രമാണ് ഇവന്മാരുടെ താനിക്കോളം പുറത്തെടുക്കാതിരുന്നത്. ബാക്കി എല്ലാവരോടും ഇവരുടെ സ്വഭാവം കാണിച്ചിട്ടുണ്ട്. യെസ്, ആ ഒരു എന്താ പറയുക, ആരാധക വികാരങ്ങളെ ഊറ്റിപ്പിഴലിന്റെ സമയങ്ങൾ ഇവിടെ അസ്തമിക്കുകയാണ്. ഇനി സന്തോഷത്തിന്റെ നാളുകൾക്ക് വേണ്ടി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ആദ്യം പറഞ്ഞു, വികാരങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട്, ഞാൻ കൂടുതൽ പറഞ്ഞാൽ കൂടിപ്പോവും, നമ്മുടെ സോഡ, ഗോലി സോഡ, ചിപ്സ്, പിന്നെ ടിഷ്യൂ, ഇതെല്ലാം ഇവന്മാർ പുറത്തിറക്കി. അതെല്ലാം നമ്മൾ സ്വീകരിച്ചു. എന്നാൽ അത് ആരാധകരുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഇവന്മാരുടെ പെർഫോമൻസ് വന്നില്ല. സസ്റ്റൈനബിലിറ്റി, മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് ഇവരെ എന്താ പറയുക, വെള്ള പൂശാൻ ശ്രമിച്ചു. എന്നിട്ട് ഇതിനെ ഇവരുടെ സിസ്റ്റത്തെ വിമർശിക്കുന്നവരെ എന്താ പറയുക, ബ്ലോക്ക് ചെയ്തും ചാപ്പ അടിച്ചു കൊടുത്തു, പ്ലാസ്റ്റിക് ഫാൻ ഉൾപ്പെടെയുള്ള ചാപ്പ അടിച്ചു കൊടുത്തും ഇവര് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കി. അതൊന്നും നടന്നില്ല. പിന്നീട് അഭിക് ചാറ്റർജി എന്ന സിഇഒയെ കൊണ്ടുവന്ന് അവിടെയും നെറുകേടുകൾ തുടർന്നു. അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ അദ്ദേഹത്തിന്റെ ഭാര്യ, അനിയൻ മീഡിയ ടീമിന്റെ ഹെഡായി ഇങ്ങനെ വന്നുകൊണ്ട് ആരാധകരെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാവോ അങ്ങനെയൊക്കെ ചൂഷണം ചെയ്തു. ഒടുവിൽ അതിൻ്റെ എല്ലാം ആ കണ്ണീരിനും ആ വേദനയ്ക്കും ആ അപമാനിച്ചതിനും, കൂടാതെ ഒത്തിരി മനുഷ്യരുടെ അവരുടെ മനസ്സും ഹൃദയവും എല്ലാം നോവിച്ചതിന്, ആ വേദനകളെല്ലാം തലയ്ക്ക് മീരെ ചുറ്റിയാടുമ്പോൾ കർമ്മ ഈസ് എ ബൂമറാങ് എന്നത് ഇപ്പോൾ അക്ഷരം പ്രതി അൻവർത്ഥമാകുകയാണ്. യെസ്, കർമ്മ തിരിച്ചടിച്ചിരിക്കുന്നു. കർമ്മ ഇവരുടെ നെറുകൻ തലയിൽ അടിച്ചിരിക്കുന്നു. ഒടുവിൽ ഇവന്മാർ പോയ, അയ്യോ ഹൈദരാബാദിലേക്ക് പോകേണ്ടി വരുവേ, അയ്യോ പൈസ ഇല്ലേ എന്ന് നമ്മളെ ഊറ്റി, നമ്മളുടെ നിന്ന് ISLലെ തന്നെ ഏറ്റവും വലിയ പ്രൈസ് ടിക്കറ്റിന് ഉൾപ്പെടെ വാങ്ങിച്ചിട്ട് സ്പോൺസർഷിപ്പ് റവന്യൂ കിട്ടിയിട്ട്, അയ്യോ പൈസ ഇല്ല, ഹൈദരാബാദിലേക്ക് പോകേണ്ടി വരുമേ, അയ്യോ വിറ്റ് കളയേണ്ടി വരുമേ, എന്നിട്ട് ന്യായീകരണ തൊഴിലാളികൾ വക എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്,
അവർ പറഞ്ഞുകൊണ്ടിരുന്ന അയ്യോ ഇവർ പോയാൽ ഇനി ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം അടച്ചു പൂട്ടുമേ, ലാസ്റ്റ് ഡാൻസ് ആണ് എന്ന് പറഞ്ഞെടുത്തതെന്ന് ഇവർ പോയി കഴിഞ്ഞാൽ ഒരു തേങ്ങയുമില്ലെന്ന് തേങ്ങയ്ക്ക് പ്രസിദ്ധമായ കേരളം എന്ന നാട് കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ് ശരിയാണെങ്കിൽ സിലിസാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഷംസീർ വയലിൽ ലുലു ഗ്രൂപ്പ് എന്ന മഹാപ്രസ്ഥാനത്തെ ഇന്ന് ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തിയ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി എന്ന മഹാമനുഷ്യന്റെ പ്രവാസ ലോകത്തും വ്യവസായ ലോകത്തും എന്താ പറയുക തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച മാതൃകയായ ആ മനുഷ്യന്റെ പ്രിയപ്പെട്ട മരുമകൻ ഡോക്ടർ ഷംസീർ വയലിന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ ഗ്രൂപ്പാണ് ഏറ്റെടുക്കുന്നതെന്നാണ് കേൾക്കുന്നത്. ഒരു മലയാളിക്ക് മലയാളിയുടെ വികാരം ഏറ്റെടുക്കാനും അതിനെ അന്വർത്ഥമാക്കാനും അതിനെ പ്രതിഫലിപ്പിക്കാനുമാകും. സോ അതുകൊണ്ട് അദ്ദേഹത്തിൽ നമ്മൾ ഏറെ പ്രതീക്ഷയോട് ഉറ്റുനോക്കുകയാണ്. പക്ഷെ അദ്ദേഹം എടുത്ത ആ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഒരു വർഷവും കൂടെ അഭിക് ചാറ്റർജിക്ക് ഇവന് ഒരു വർഷം കൂടെ അവസരം നൽകുന്നത് അത് അങ്ങേയറ്റത്തെ മോശമാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. അദ്ദേഹം എന്താ വെച്ചാൽ തീരുമാനം എടുക്കട്ടെ. എനിക്കൊന്നും പറയില്ല ഗൈസ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് ഇതിനോട് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. സന്തോഷത്തിന്റെ അങ്ങേ അറ്റത്താണ്. ഇനി നമുക്ക് ആഘോഷിക്കാം, ഇനി നമുക്ക് സന്തോഷിക്കാം. ഇവന്മാരുടെ ഈ നെറുകെട്ട നാളുകൾ ഇനി അവസാനിക്കുന്നു. ഇനി നമുക്ക് സന്തോഷത്തിന്റെ നാളുകൾക്ക് വേണ്ടി കാതോർക്കാം. സന്തോഷത്തിന്റെ നാളുകളെ നമുക്ക് വരവേൽക്കാം. ഇഷ്ടപ്പെട്ടു തന്നെയായിരുന്നു. എന്താണ് ഗൈസ് നിങ്ങൾക്ക് പറയാനുള്ളത്? വിലയേറെ അഭിപ്രായങ്ങൾ മസ്റ്റായി താഴെ കമന്റ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ ഗൈസ്. അപ്പോൾ